മൈത്രേയൻ്റെ മിത്രങ്ങൾക്ക് സ്നേഹമേറിയ സ്വാഗതം. നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ എന്നെയും ഉൾപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് അറിയാൻ വയ്യായെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മിത്രമാകുവാൻ താല്പര്യമുള്ള ഒരു എളിയ വ്യക്തിയാണ്. പക്ഷെ അതിനുള്ള യോഗ്യതയുണ്ടോ എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സങ്കല്പം മിത്രമാകുക എന്ന് പറയുമ്പോൾ നാം ആരുടെ മിത്രമാണ് എന്ന് അംഗീകരിക്കപ്പെടുന്നുവോ ആ വ്യക്തി പറയുന്നത് മുഴുവനും അല്പം പോലും വിമർശന ബുദ്ധി കലരാത്ത വിധത്തിൽ കണ്ണുമടച്ച് വിശ്വസിക്കുകയും പഞ്ചപുഷ്ടം അടക്കി സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മൈത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യർ വളരെ പരിമിതികളുള്ള പ്രതിഭാസങ്ങളാണ് എന്നും ഓരോരുത്തരും, അതിൽ പ്രത്യേകിച്ച് ഞാനും, അവരുടേതായ പരിമിതികളിൽ നിന്ന് മാത്രമാണ് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഓരോരുത്തരും മുൻപോട്ട് വെക്കുന്ന അഭിപ്രായങ്ങൾ സനാതനമായി നിലനിൽക്കയില്ല എന്നുമുള്ള ബോധ്യത്തിലാണ് ഞാൻ എൻ്റെ ചിന്താ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പൊതുവായി ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതിനോടൊപ്പം തന്നെ അത് ആരും അപ്രകാരം തന്നെ സ്വീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഇത് മാത്രവുമല്ല, ഞാൻ പൊതുരംഗത്ത് അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് അതിനോടുള്ള പ്രതികരണം ശ്രദ്ധിച്ചിട്ട് ആ പ്രതികരണത്തിൽ കൂടെ എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെടാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് കുറച്ചുകൂടെ മനസ്സിലൊരു വെളിച്ചം പതിയേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ, എൻ്റെ വീഡിയോകളോട് രോഷാകുലരായി പ്രതികരിക്കുന്ന ആളുകളോട് പോലും എനിക്ക് നന്ദിയാണ്, ബഹുമാനമാണ്. അതേസമയം തന്നെ അവരെ തന്നെ അപമാനിക്കുന്ന വിധത്തിൽ, മനുഷ്യർക്ക് യോജിക്കാത്ത വിധത്തിൽ പ്രതികരിക്കുന്ന ആളുകളെ പറ്റി എനിക്ക് സങ്കടമുണ്ട്. അവര് അങ്ങനെയുള്ള നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ കൊള്ളാവുന്ന താല്പര്യമുണ്ട്. പക്ഷെ അത് നേടിയെടുക്കേണ്ട അവരുടെ ചുമതലയാണ്. എനിക്ക് അങ്ങനെ ഒരു സഹായമാർക്കും ചെയ്യുവാൻ കഴിയുകയില്ല. അതെൻ്റെ പരിമിതിയിൽപ്പെട്ട ഒരു വലിയ പ്രശ്നം തന്നെ. മൈത്രേയനെ പറ്റിയുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു വ്യക്തി പ്രത്യേകം പറയുന്നത്, തനിക്ക് 2 വർഷമായിട്ട് മൈത്രേയനെ അറിയാമുള്ളൂ എന്ന് പറയുന്നത് താൻ തന്നെ അപമാനിക്കുന്ന പരിപാടിയാണ് അദ്ദേഹം പറയുന്നത് യുക്തിയുണ്ട്. കാരണം കേരളത്തിൽ ഇന്ന് മുറ്റി നിൽക്കുന്നൊരു പ്രതിഭാസമാണ് മൈത്രേയൻ. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷവും മറ്റ് സ്ഥലങ്ങളിലാണ്. ഡൽഹിയിലാണ് കഴിഞ്ഞത്. ഡൽഹിയിൽ മൈത്രേയനെ പറ്റി ചിന്തിക്കുകയും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ശ്രദ്ധയിൽ അദ്ദേഹം പെട്ടില്ല എന്ന് ശരിയാണ്. അത് എൻ്റെ പരിമിതി തന്നെയാണ്, യാതൊരു സംശയമില്ല. എനിക്ക് വേണ്ടതുപോലെ അറിവില്ല എന്ന് സമ്മതിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും അറിയേണ്ടതുപോലെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു, ലജ്ജിക്കുന്നു. അത് 46 വർഷം കേരളം വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ താമസിച്ച ഒരു വ്യക്തിക്ക് വരാമാവുന്ന പരിമിതിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. എനിക്ക് മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയല്ല ഇത് പറയുന്നത്. മലയാളികളുടെ സ്വഭാവം നിങ്ങൾക്കറിയാം. 2 വർഷം കേരളത്തിന് വെളിയിൽ താമസിച്ച് തിരിച്ചു വരുന്നവർക്ക് മലയാളം അറിയാൻ വയ്യ എന്ന അഭിമാനത്തോടുകൂടെയാണ് അവർ വരുന്നത്. ഞാൻ 46 വർഷം കേരളത്തിന് വെളിയിൽ താമസിച്ചു. ഇംഗ്ലീഷിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, എഴുതിയിട്ടുള്ളൂ, ബഹുഭൂരിപക്ഷം പ്രസംഗിച്ചിട്ടുള്ളൂ. എങ്കിലും ഇന്നും ഞാൻ സ്വപ്നം കാണുന്ന ഭാഷ മലയാളം തന്നെയാണ്. അതിൻ്റെ അഭിമാനമാണ്. എന്നാൽ മൈത്രേയനെ പോലെയുള്ള സൂര്യനെ പോലെ ജ്വലിക്കുന്നൊരു പ്രതിഭാസത്തെ വേണ്ടതുപോലെ കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഞാൻ അറിയേണ്ടതായിരുന്നു. പക്ഷെ അറിയുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു സമ്മതിക്കും. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിച്ചതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൈത്രേയൻ വേറിട്ട
ചിന്തിക്കുകയും വേറിട്ട വഴിയിൽ സഞ്ചരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാൻ വളരെ വകയുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ വേറിട്ട വഴിയിൽ സഞ്ചരിക്കുന്നവരല്ല. ദ റോഡ് ലെസ് ട്രാവൽഡ് ബൈ എന്ന് റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത് അങ്ങനെ സഞ്ചരിക്കുന്നവരല്ല. ഇപ്പോൾ മൈത്രേയനെ സംരക്ഷിക്കാനായി എനിക്കെതിരെ കുന്തവും പൊക്കിക്കൊണ്ട് വരുന്ന ആളുകളും മൈത്രേയന്റെ വഴിയെ സഞ്ചരിക്കുന്നവരല്ല, സഞ്ചരിക്കാൻ ധൈര്യമുള്ളവരല്ല. ഇതാണ് സത്യം. അതാണ് സത്യം. അവരാരും തന്നെ അവരുടെ മകളോ മകനോ ഇദ്ദേഹം പറയുന്ന വഴിയിൽ സഞ്ചരിക്കണമെന്ന താല്പര്യമുള്ളവരല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. അപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി, നാം അല്പം ചിന്തിക്കുന്നതിന് വേണ്ടി ഒരു പ്രതികരണം മാത്രം ഞാൻ എടുത്ത് അത് സംബന്ധമായ ചില കാര്യങ്ങൾ ഞാൻ പങ്കിടുക. നാം ചിന്തിക്കണമെന്നതുകൊണ്ട് മാത്രം. ഞാൻ പറയുന്നത് ആരും ആത്യന്തികമായി എടുക്കരുത്. ഞാൻ വളരെ പരിമിതികളുള്ള വ്യക്തിയാണ്. അറിവ് എനിക്ക് നന്നേ കുറവാണ്. ഇപ്പോൾ മൈത്രേയൻ്റെ മിത്രങ്ങൾ പറയുന്ന പോലെ എനിക്ക് വിവരമില്ലാത്ത മനുഷ്യനാണ്. എങ്കിലും ഞാൻ ഒരു ഉദാഹരണം മാത്രം എടുത്ത് ചില കാര്യങ്ങൾ പറയട്ടെ. അത് ഒരു പ്രതികരണം സുരേഷ് കുമാർ 2672 എന്ന ആ ഒരു അഡ്രസ്സിൽ അല്ലെങ്കിൽ ഐഡന്റിറ്റിയിൽ ഇങ്ങനെയാണ് എഴുതിയത്: ദൈവ തൊഴിലാളിയാണ് താങ്കൾ. ദൈവ തൊഴിലാളി. അപ്പം എന്നെ പറ്റിയുള്ള ഞാൻ എന്തുകൊണ്ടാണ് മൈത്രേയൻ്റെ പൊതുവായ പ്രസ്താവനകളോട് ഇപ്രകാരം പ്രതികരിക്കുന്നതിന് ഒറ്റ കാരണം, ഞാൻ ദൈവ തൊഴിലാളിയാണ്. നമുക്ക് ആ ഒരു പ്രതികരണത്തെ ഒന്ന് ശ്രദ്ധിക്കാം. ഇത് ഞാൻ മൈത്രേയനെ പറ്റിയല്ല പറയുന്നത്, നമുക്കറിയാം. എന്നാൽ മൈത്രേയനെ പോലെയുള്ള ആളുകൾ പൊതുരംഗത്ത് വന്ന ചില ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് മൈത്രേയൻ്റെ അത്രയും കഴിവും ബുദ്ധിവികാസവും പ്രാപിക്കാത്ത ആളുകളെ ഇത് എപ്രകാരം ബാധിക്കുന്നുവെന്ന് ചിന്തിക്കാനുള്ള കടമ മൈത്രേയനുണ്ട്, നിങ്ങൾക്ക് ഏവർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. ഞാൻ ആ കടമ നിർവഹിക്കുന്നു, അത്രമാത്രം. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ തൊഴിലാളിയാണ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്രശ്നം, ദൈവത്തിൻ്റെ തൊഴിലാളിയാകുന്നത് ഏറ്റവും വലിയ നീചമായ, ഒരു വിധത്തിലും പുറത്തു കൂടാത്ത ഒരവസ്ഥയാണ്. മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും അപമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദുരവസ്ഥയാണ് ദൈവത്തിൻ്റെ തൊഴിലാളിയാകുക. മറ്റേത് തൊഴിലാളിയായാലും കുഴപ്പമില്ല, ലൈംഗിക തൊഴിലാളിയായാലും കുഴപ്പമില്ല, ലഹരി മരുന്ന് വിറ്റ് നടന്നാലും കുഴപ്പമില്ല, കൊട്ടേഷൻ സംഘത്തിൽ തൊഴിൽ ചെയ്താലും കുഴപ്പമില്ല. ദൈവത്തിൻ്റെ തൊഴിലാളിയായോ നീ പോക്കടിച്ചു, ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിൽ തീർച്ചയായും മൈത്രേയൻ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് പരിശോധിക്കാം. ഞാൻ മൈത്രേയൻ്റെ അഭിപ്രായത്തോട് വളരെ യോജിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ലോകത്തിൽ ദൈവമുണ്ട്, ദൈവങ്ങളുണ്ട്, അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. 100% ശരിയാണ്, 100% ശരിയാണ്. പക്ഷേ മൈത്രേയൻ നിങ്ങളോട് പറയാത്ത കാര്യം, ലോകത്തിൽ മനുഷ്യരുണ്ടാക്കിയ അനേക ദൈവങ്ങളുണ്ട്. അവർ മനുഷ്യരുടെ ബുദ്ധി കെടുത്തുന്നു. ബുദ്ധിഹീനരായ മനുഷ്യർ പരസ്പരം ചണ്ട കൂടുന്നു, തമ്മിൽ തല്ലുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്നത് ശരിയായിരിക്കെ, അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായ കൃത്രിമമായ ഈ ദൈവങ്ങൾക്ക് അപ്പുറത്ത് ഒരു ദൈവസങ്കല്പം അല്ലെങ്കിൽ ദൈവം എന്നൊരു യാഥാർത്ഥ്യം ഇല്ല എന്നതിനെന്താണ് തെളിവ്? ഞാൻ ഒരു പുസ്തകം വായിച്ചു, നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു, ഏതെങ്കിലും ഒരു പുസ്തകം, നല്ലൊരു പുസ്തകം വായിച്ചു. ഇപ്പോൾ ഹോമറിൻ്റെ ഇല്ലിയഡ്, അല്ലെങ്കിൽ ഡോസ്റ്റോവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെന്റ്, അല്ലെങ്കിൽ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു ജർമ്മൻ ഫിലോസഫി പുസ്തകം, ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചു. അതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു. ആ പുസ്തകം ഇത് തന്നെയാണ്, ഇത് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഞാൻ വായിച്ച പുസ്തകത്തിൽ ഞാൻ ഇതാണ് മനസ്സിലാക്കി. വേറൊരാൾ പറയുന്നു നിങ്ങൾ രണ്ടും പറയുന്നത് തന്നെ. അത് വാസ്തവത്തിൽ ശരിയുമാണ്. കാരണം നിങ്ങൾ ആ പുസ്തകത്തിൽ മനസ്സിലാക്കിയത് നിങ്ങളുടെ ചിന്താഗതിക്കും നിങ്ങളുടെ സെൻസിബിലിറ്റിക്കും അടുത്ത് നിൽക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. ഒരു പുസ്തകം വായിച്ചും അതിൻ്റെ പൂർണ്ണത 99.99% ആളുകൾ മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ ചില അംശങ്ങൾ മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ.
പിടികിട്ടത്തുള്ളൂ. ഞാൻ പറയുന്നതും ശരിയാണ്, ഞാനും ഈ രണ്ടുപേര് പറയുന്നത് തെറ്റാണെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് ആ പുസ്തകമില്ല എന്ന് തെളിവാകത്തില്ല. ഇപ്പം തോമസ് പറഞ്ഞ ആ പുസ്തകത്തെ പറ്റിയുള്ള അഭിപ്രായം തെറ്റാണ്. കാരണം തോമസ് പറഞ്ഞതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് ആ പുസ്തകം. ആ പുസ്തകത്തെ പറ്റി ഞാൻ പറഞ്ഞതും തെറ്റാണ്. കാരണം ഞാൻ പറഞ്ഞതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് ആ സ്ഥിതി. കറിയാച്ചൻ പറഞ്ഞതും തെറ്റാണ്. തോമസും ഞാനും പറഞ്ഞത് തെറ്റാണെന്ന് കറിയാച്ചൻ പറഞ്ഞതും തെറ്റാണ്. കാരണം ഞങ്ങൾ രണ്ടും പറഞ്ഞത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ തോമസിന് കഴിഞ്ഞില്ലെന്നിരിക്കും. അപ്പൊ തോമസ് പറയാനല്ല, അപ്പൊ അങ്ങനെയല്ല, ഇതാണ് ആ പുസ്തകം എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. അതുകൊണ്ട് ആ പുസ്തകമില്ല എന്ന് വരുന്നില്ല. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സത്യത്തിൽ നിന്നാണ് മൈത്രേയൻ ഒരു അപകടത്തിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് തെറ്റായിരിക്കാം, പക്ഷെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ദയവായി നിങ്ങൾ എന്നെ അനുവദിക്കണം. മൈത്രേയനുള്ളതുപോലെ തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ഉള്ളവനും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ എപ്പോഴും ഭരണഘടനയെ പറ്റി പരാമർശിക്കുന്ന മൈത്രേയൻ ആ ഭരണഘടന തന്നെ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുള്ളതുപോലെ എനിക്കും മറ്റുള്ളവർക്കും, വിദ്യാഭ്യാസമില്ലാത്തവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും, 2 കാലം നടക്കുന്നവർക്കും 4 കാലം നടക്കുന്നവർക്കും, കള്ളുകുടിയന്മാർക്കും ബുദ്ധിഹീനർക്കും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്നാൽ അങ്ങനെ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ആരും അത് എടുക്കണമെന്നില്ല. അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് നീ പറയുന്ന പൊട്ടത്തരമാണ്, അതെനിക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ അഭിപ്രായം നിങ്ങളോട് പങ്കിടാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് എൻ്റെ അകത്തെ പ്രാവർത്തികമായ വശം. വോൾട്ടയർ പണ്ട് പറഞ്ഞതുപോലെ, ഐ ഡോണ്ട് അഗ്രി വിത്ത് വാട്ട് യു ആർ സേയിങ്, ബട്ട് ഐ വിൽ ഡിഫെൻഡ് വിത്ത് മൈ ലൈഫ് യുവർ റൈറ്റ് ടു സേ. നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല, പക്ഷേ നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ടാണ് ഒരു പൊതു വേദിയിൽ വന്ന് ഈ സംസ്ഥാനത്തെ ആളുകളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തക്ക വിധത്തിൽ അങ്ങനൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ താൻ അവിടെ ഇരി, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട എന്ന് പറയുമ്പോൾ അതിൽ ഒരു സാംസ്കാരികമായ അപകടമുണ്ട്, ഒരു ധാർമ്മികമായ പ്രശ്നമുണ്ട്. അത് വരുന്ന തലമുറയെ, ഇപ്പോഴുള്ള യുവതലമുറയെ വളരെ മോശമായി ബാധിക്കുമെന്നത് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ അല്പം പോലും താല്പര്യമില്ലാത്ത ഞാൻ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യും. ഇനി വേറൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞാൽ എന്ന് നിർത്താം, ദീർഘിപ്പിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് മാത്രം. മൈത്രേയൻ തന്നെ പറയുന്നു, ബെർട്രാൻഡ് റസൽ അദ്ദേഹത്തെ വളരെ സ്വാധീനം ചെയ്തൊരു ചിന്തകനാണ്, നല്ലതാണ്. എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു എഴുത്തുകാരനാണ്, ഒരു ഫിലോസഫറാണ് ബെർട്രാൻഡ് റസൽ. അദ്ദേഹം പല കാര്യങ്ങൾ, ഒത്തിരി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ലോകത്തിലെ ഫിലോസഫേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് സാധാരണ മനുഷ്യർക്ക് ഏറ്റവും വായിക്കാൻ എളുപ്പവും മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു ഫിലോസഫർ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് പറയും അത് ബെർട്രാൻഡ് റസലാണ്. എല്ലാവരും വായിക്കേണ്ടത് തന്നെ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതിനോട് വളരെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഉച്ചരിക്കാൻ പോകുകയാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യർക്ക് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒരു ആരോഗ്യമുള്ള സമൂഹത്തിൽ 3 കാര്യങ്ങൾ സ്ഥിതി ചെയ്യണം. ഒന്ന്, ഈ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് സർഗാത്മകതയുടെ ദിശയിലേക്ക് അവനെ വഴി നടത്തണം. ഇതൊരു വലിയ ആശയമാണ്, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പിന്നെ ഏതെങ്കിലും സമയത്ത് അതിന് അവസരം വന്നാൽ ഞാൻ അതിനെപ്പറ്റി വ്യക്തമായി വേണ്ടതുപോലെ പ്രതിപാദിക്കുന്നതായി. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, മനുഷ്യർക്ക് അനിവാര്യം ആവശ്യമായത് എ സെൻസ് ഓഫ് റെവറൻസ്. എ സെൻസ് ഓഫ് റെവറൻസ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് പൊളിറ്റിക്കൽ ഐഡിയൽസ് എന്ന പുസ്തകം. വളരെ ചെറുതാണ്. പൊളിറ്റിക്കൽ ഐഡിയൽസ് IDEALS. അതിനകത്തെ ആശയമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പറഞ്ഞത്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, മനുഷ്യന് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡതയും ആധികാരികതയും അവൻ്റെ പ്രവൃത്തിയിൽ കൂടെ, അവൻ്റെ സേവനത്തിൽ കൂടെ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഞാൻ ആദ്യത്തേതും മൂന്നാമത്തേതുമായ വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുന്നില്ല, രണ്ടാമത്തേത് മാത്രം. കാരണം അതാണ് നാം ആലോചിക്കുന്ന കാര്യത്തോട് ബന്ധവും. അദ്ദേഹം പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടത്
ജീവിതത്തെപ്പറ്റി, അവരായിരിക്കുന്ന ഭൂമിയെപ്പറ്റി, പ്രപഞ്ചത്തെപ്പറ്റി, പ്രകൃതിയെപ്പറ്റി, ജീവിതമെന്ന പ്രതിഭാസത്തെപ്പറ്റി ഒരു ആരാധനാപൂർണമായ, ആരാധനയുടെ സ്വാദുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. എ സെൻസ് ഓഫ് റെവറൻസ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അതില്ല എങ്കിൽ നാം ഈ കാണുന്നതിൽ മാത്രം, അല്പമായതിൽ മാത്രം പരിമിതപ്പെട്ട് നിന്നുപോകും. ഒരു ദാർശനികനെ സംബന്ധിച്ച്, ഒരു ഫിലോസഫറെ പറ്റി, ഇപ്പോൾ മൈത്രേയൻ നമ്മുടെ മലയാളിയുടെ ഏറ്റവും വലിയ ഫിലോസഫറാണല്ലോ, ഞാൻ അദ്ദേഹത്തെ നമിച്ചുകൊണ്ട് തന്നെ പറയാം. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഫിലോസഫർ ആകണമെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അതുപോലെ ആണ് എന്ന് മാത്രം കരുതിയിരുന്നാൽ അതൊരിക്കലും സാധിക്കില്ല. നിലവിലിരിക്കുന്ന അവസ്ഥയോടും അനുഭവങ്ങളോടും അറിവുകളോടും സങ്കല്പങ്ങളോടും ശണ്ട കൂടുന്നവനാണ് ചിന്തകൻ. അത് എന്തുകൊണ്ടാണ് ശണ്ട കൂടേണ്ടത്? ഇത് സൃഷ്ടിയുടെയോ മനുഷ്യൻ്റെയോ യഥാർത്ഥത്തിലുള്ള അവസ്ഥയല്ല. അതിൽ നിന്ന് നാം വളരെ വളരെ അകന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു പടിയെങ്കിലും, ഒരു ചൂടെങ്കിലും മുൻപോട്ട് കടന്നു ചെന്ന് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതിനേക്കാൾ മേൽത്തരമായ അറിവും കാഴ്ചപ്പാടും പ്രാപിക്കുക മനുഷ്യന്റെ ആവശ്യമാണ്. അതിലാണ് മനുഷ്യന്റെ വിടുതൽ നിൽക്കുന്നത്. ദ ലിബറേഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന ഒരു ധാരണയിലാണ് മനുഷ്യൻ ചിന്തിച്ച് മുൻപോട്ട് പോകും. ഒരുത്തൻ ചിന്തിച്ചു, മൈത്രേയനെ പോലെയുള്ള ഒരു ബുദ്ധിരാക്ഷസൻ ചിന്തിച്ചു, ഒരു ബുദ്ധിജീവി ചിന്തിച്ചു, ഇത്തരത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ പറയുകയാണ്, ഞാൻ പറയുന്നത് മാത്രം, അതിനപ്പുറത്ത് പോകരുത്, അതിനപ്പുറത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറയുന്നവൻ മണ്ടനാണ്, ഇരിയടാ അവിടെ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ ഫിലോസഫി അവസാനിക്കും. അവിടെ മനുഷ്യന്റെ ബുദ്ധിജീവിതം അവസാനിക്കും. അവിടെ മനുഷ്യന്റെ അന്വേഷണത്തിന്റെ സ്വാതന്ത്ര്യം അവസാനിക്കും. ഇത് മനുഷ്യൻ മനസ്സിലാക്കണം, മനസ്സിലാക്കിയേ മതിയാകുകയും. അപ്പൊ ഇനി ഞാൻ ദൈവത്തിന്റെ വേലക്കാരനാണ് എന്നാണ് പറഞ്ഞത്, വേലക്കാരനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ദൈവത്തിന്റെ വേലക്കാരനാണെന്ന് എന്നെപ്പറ്റി പറഞ്ഞാൽ ഞാൻ അതൊരു അപമാനമായിട്ട് എടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? അല്ലെങ്കിൽ ഞാൻ അയ്യോ അങ്ങനെ അല്ലേ എന്ന് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? ഞാൻ അഭിമാനത്തോടുകൂടി പറയും, അതെ അങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ ഭൂലോകത്തിന്റെ പരപ്പിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഒരു അപമാനമായി എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇത് അപമാനമല്ല, എനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയാം. പണ്ട് ഒരു മനുഷ്യൻ അമേരിക്കയിലെ ഒരു പട്ടണത്തിൽ കൂടെ, ഇത് നടന്ന സംഭവമാണ്, പട്ടണത്തിൽ കൂടെ, അത് സാൻഡ്വിച്ച് മാൻ എന്നത് അന്നത്തെ അഡ്വർടൈസ്മെന്റിന്റെ ടെക്നിക്കാണ്. ഇതൊരു 100 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പൊ അന്നത്തെ അഡ്വർടൈസ്മെന്റ് സാൻഡ്വിച്ച് മാൻ, അതായത് ഒരു മനുഷ്യനെ കൂലിക്കെടുത്തിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവനോട് പട്ടണത്തിൽ കൂടെ നടക്കാൻ പറയും. അപ്പൊ അവന്റെ ഇവിടെ ഒരു പരസ്യം ഒട്ടിക്കും, പുറകിലൊരു പരസ്യം. അതുകൊണ്ടാണ് സാൻഡ്വിച്ച് മാൻ എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് പരസ്യങ്ങളുടെ മധ്യത്തിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്, നടന്നു പോകും. സാൻഡ്വിച്ച് മാൻ, നമ്മൾ സാൻഡ്വിച്ച് കഴിക്കത്തില്ല അത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ എഴുതിയിരിക്കുന്നത് ഐ ആം എ സ്ലേവ് ഓഫ് ഗോഡ്, ഐ ആം ഗോഡ്സ് സ്ലേവ്. അതാണ് ഇവിടെ എഴുതി. പുറകിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഹൂ സ്ലേവ് ആർ യു? നീ ആരുടെ അടിമയാണ്? ഞാൻ ദൈവത്തിന്റെ അടിമയാണ്. അതാണ് ഇവിടുത്തെ പരസ്യം. പുറകിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നീ ആരുടെ അടിമയാണ്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ലോകം ഒരു വലിയ വലിയ പരിധി വരെ അടിമത്തത്തിന്റെ ലോകം തന്നെയാണ്. ഈ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്നവരല്ലേ, അവരും ബൗദ്ധികമായ അടിമകളാണ്. ഈ ഫ്രീ തിങ്കേഴ്സിനെ പറ്റി പറയുന്നത് തമാശ. ഫ്രീ തിങ്കേഴ്സ് ആർ ഫ്രീ ഓൺലി ടു ബി ഫ്രീ തിങ്കേഴ്സ്. ഈ ഫ്രീ തിങ്കിങ്, അതായത് സ്വതന്ത്രമായ ചിന്താഗതി, മറ്റ് യാതൊരു കടപ്പാടുമില്ലാതെ ഞാൻ എൻ്റെ ബുദ്ധിയുടെ വെളിച്ചത്തിൽ മാത്രം ഞാൻ വിട്ടുന്ന വഴിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയുന്ന ആളുകൾ അവരറിയാതെ അവർ സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥയുടെ അടിമകളായി കഴിയുകയാണ്. അല്ലാതെ അടിമയാകാതെ ഒരു ചിന്താഗതിയുടെയോ സ്കൂൾ ഓഫ് തോട്ട്, ഒരു വ്യവസ്ഥിതിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ വ്യക്തിയായി അംഗമായി തീരാൻ സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ വഴിയിൽ കൂടെ നടക്കുന്നു. ആ വഴി നമ്മൾ വെട്ടിയ വഴിയല്ല, അത് മൈത്രേയൻ പിള്ളേർ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റുള്ളവർ വെട്ടിയ വഴിയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്.
അത് ശാരീരികമായി ഭൂമിശാസ്ത്രപരമായ പ്രകാരം ശരിയാണ് ആണോ, അതുപോലെ തന്നെ ബൗദ്ധികമായും ശരിയാണ്. എനിക്ക് മുൻപ് 5000 വർഷം ആളുകൾ ചിന്തിച്ച് അതിന്റെ ശകലങ്ങൾ തലമുറകളിൽ കൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട എന്നിൽ എത്തിയത് കൊണ്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ ഇന്ന് പറയാൻ കഴിയുന്നത്. മൈത്രേയന്റെ അവസ്ഥ അത് തന്നെയാണ്. അദ്ദേഹം പെട്ടെന്ന് സ്വയംഭൂവായി ആരോടും കടമയില്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മൈത്രേയന്റെ എല്ലാ ആശയങ്ങളും പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആർക്കെങ്കിലും അതിനെ പറ്റി സംശയമുണ്ടെങ്കിൽ ദയവായി സമീപിക്കുക, ഞാൻ വിശദീകരിച്ചു തരാം. അപ്പോൾ കടപ്പാടാണ്. ഈ കടപ്പാട് എന്താണ്? വിധേയത്വമാണ്. ഇപ്പോൾ സോക്രട്ടീസ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാനത് അപ്പോൾ വിശദീകരിക്കാം. യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഡോണ്ട്. നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാകണമെങ്കിൽ അതിന് വിധേയപ്പെടണം എന്നാണ് സോക്രട്ടീസ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് എന്ന വാക്കിന് ക്യൂബിൾ എന്ന് പറയും, അല്ലെ പൺ എന്ന് പറയും. ദ്വയാർത്ഥം, രണ്ടർത്ഥം. യു കനോട്ട് അണ്ടർസ്റ്റാൻഡ്, നോ വാട്ട് ഇറ്റ് ഈസ്. വാട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് മീൻസ് പുട്ട് യുവർ സെൽഫ് സ്റ്റാൻഡ് അണ്ടർ. വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്ന് സോക്രട്ടീസ് പറയുന്നു. അപ്പോ അന്നേരം മൈത്രേയൻ പറയും, അവൻ ഒരു വെറും തലച്ചോറില്ലാത്ത ഒരു പൊട്ടനാണെന്ന് പറയും. ഇത് ജീവിത യാഥാർത്ഥ്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ മനസ്സിലാകണമെങ്കിൽ, ഇംഗ്ലീഷിൽ അതിനെ പാർട്ടിസിപ്പേറ്ററി നോളജ് എന്നാണ് പറയുന്നത്. പാർട്ടിസിപ്പേറ്ററി നോളജ്. വാസ്തവത്തിൽ ഞാൻ മൈത്രേയനെ വിലമതിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ അറിവ് ഒരു 90-80% പാർട്ടിസിപ്പേറ്ററി നോളജ് ആയതുകൊണ്ട്, അല്ല ബുക്കിഷ് നോളജ്. അദ്ദേഹത്തിന്റെ ബുക്കിഷ് നോളജ് ഉണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഞാൻ വിലമതിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിസിപ്പേറ്ററി നോളജാണ്. അത് ഉണ്ടാകണമെങ്കിൽ ഒരു വ്യവസ്ഥിതിയോട് നാം വിധേയപ്പെട്ട് നിന്നെങ്കിൽ മാത്രമേ. എന്നാൽ അതേസമയം തന്നെ അത് അടിമത്തമാകരുത് എന്ന് മൈത്രേയൻ പറയുമ്പോൾ ഞാൻ 2 കൈയും പൊക്കി സമ്മതിക്കും. ശരിയാണ്. വിധേയത്വത്തെ അടിമത്തമാക്കി മാറ്റുന്നത് നമ്മളാണ്. അവിടെയാണ് നമ്മുടെ വ്യക്തിയുടെ പരാജയമാണ് അവിടെ. ഇപ്പം ഞാൻ ഒരു കോളേജിൽ ജോലി ചെയ്തു. എൻ്റെ കോളേജിൽ ഞാൻ 4 പ്രിൻസിപ്പൽസിൻ്റെ കീഴെ ജോലി ചെയ്തിട്ടുണ്ട്. കീഴെ അല്ലല്ല 3 പ്രിൻസിപ്പലിൻ്റെ കീഴെ ജോലി ചെയ്തു. പക്ഷെ ഞാൻ അവരുടെ കീഴെയാണെന്ന് പറയുന്നത് ഞാനാണ്. അവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടായിരിക്കും, അവൻ്റെ അടിമ. അങ്ങനെ അവിടെ നിന്ന് പ്രിൻസിപ്പൽമാരുടെ കാല് നക്കിയവരാണ് ബഹുഭൂരിപക്ഷം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ടീച്ചേഴ്സും. അടിമകളായിട്ടാണ് അവർ ജോലി ചെയ്തത്. അന്നും തലയുയർത്തി നിൽക്കാൻ. അങ്ങനെ എൻ്റെ ജോലി രാജിവെച്ച് എനിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിനും ഇഷ്ടം പോലെ വില കൊടുത്ത വ്യക്തിയാണ്. എന്നെ നിങ്ങൾക്ക് അറിയാൻ വയ്യ, അതുകൊണ്ടാണ് പോട്ടെ. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അതേസമയം തന്നെ ആ കോളേജിൽ ഞാൻ ജോലി ചെയ്യണമെങ്കിൽ ആ കോളേജിൻ്റെ വിദ്യാഭ്യാസപരമായ ചരിത്രം എന്താണ്, പൈതൃകം എന്താണ്, ദർശനം എന്താണ്, ദി വിഷൻ ഫോർ എഡ്യൂക്കേഷൻ, ദി ഹെറിറ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ, ദ ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ, ആ സ്ഥാപനത്തിൻ്റെ ആകമാനമായ അതിൻ്റെ അന്തസത്തയോട് എനിക്കൊരു വിധേയത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ ജോലി ചെയ്യാവൂ. അങ്ങനെ അവിടെ അങ്ങനെ നിൽക്കുന്നവൻ മാത്രമാണ് സത്യസന്ധമായ ജോലി ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് ഈ സ്ഥാപനം എനിക്ക് പിണ്ണാക്കാണ്, ഒരു പുല്ലാണ്, നമ്മുടെ സുരേഷ് പുല്ലേ എന്ന് പറയുന്ന പോലെ നിൽക്കുന്നവൻ അവൻ ചിന്തകനല്ല, അവൻ വഷളനാണ്. ഈ വ്യത്യാസം നിങ്ങൾ ദയവായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബെർട്രാൻഡ് റസ്സൽ പറയുന്നത്, മനുഷ്യർക്ക് വളരെ ആവശ്യമായ കാര്യം എ സെൻസ് ഓഫ് റെഫറൻസ്, ഒരു ഭക്തി. ജീവിതത്തെപ്പറ്റി, പ്രകൃതിയെപ്പറ്റി, ഈ അത്ഭുത പ്രതിഭാസങ്ങളെപ്പറ്റി ഭക്തി പുരസ്സരം ഒന്ന് എപ്പോഴും ചിന്തിക്കുവാൻ, ഒന്ന് അത്ഭുതപ്പെടുവാൻ. ഒരു പൂ കണ്ടാൽ അതിൽ അവിടെ നിന്ന് അത്ഭുതപ്പെട്ട് മറന്ന് ഒരു 5 മണിക്കൂർ നിൽക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അല്ലാതെ പൂ വെറും കെമിസ്ട്രിയാണ്. ഇപ്പൊ പൂവിൻ്റെ നിറം, അതിൻ്റെ കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ട്. പക്ഷെ അതുകൊണ്ട് ആ പൂവിൻ്റെ എന്താ പറയുന്ന കാവ്യാത്മകത, അത് എന്നെ വിളിച്ചറിയിക്കുന്ന അത്ഭുതകരമായ സാധ്യതകൾ, ഇതുമായി യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മുഴുവനും നശിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ നിലവിൽ വന്നാൽ ഈ സമൂഹം മൃഗീയമായി തീരും. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കാൻ വയ്യാത്ത ആളുകൾ ചില വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള കൂറുകൊണ്ട് മനുഷ്യർ ഇതിനെപ്പറ്റി സത്യസന്ധമായി വസ്തുതാപരമായി ചിന്തിക്കണമെന്ന് മാത്രം അഭിപ്രായപ്പെടുന്ന ഒരുത്തനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ മൈത്രേയനെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിന് നൽകിയ
ചിന്തിക്കുക എന്ന് പറയുന്ന ഈ ഒരു അഭിമാന പുരസ്സരമായ അവസ്ഥയെ ധിക്കരിക്കുക, മറ്റുള്ളവരെ അടിച്ചിരുത്തുക, സ്വന്തം അഭിപ്രായം മറ്റുള്ളവരെല്ലാം കണ്ണടച്ച് വാ തുറന്ന് വിഴുങ്ങണം എന്ന് പറയുന്ന ഈ ഒരു ധിക്കാരൻ, തികച്ചും ധിക്കാരൻ, അത് ഒരു ജനതയുടെ വലിയ അപകടമാണ് എന്നത് വ്യക്തമായി തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. എനിക്കല്ലാതെ ഒരു വ്യക്തിയോടും ഒരു വിധത്തിലുള്ള പരാതിയില്ല, ഒരു ശണ്ടയില്ല. കാരണം അതിൻ്റെ ആവശ്യം എനിക്കില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വേറൊരാൾ പറയുന്നത് ഞാൻ മൈത്രേനുള്ള അസൂയ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു തട്ടത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ പരസ്പരം അസൂയയ്ക്ക് കാര്യമുള്ളൂ. ഇപ്പം ഞാനിപ്പം ഡൊണാൾഡ് ട്രംപിനോട് അസൂയ അനുഭവിക്കുന്നത് പറഞ്ഞ് അങ്ങനെ പറയുന്നത് അത്ര ശരിയല്ല. നിങ്ങൾക്കറിയാം. ഇപ്പം എനിക്ക് നരേന്ദ്രമോദിയോട് അസൂയുണ്ട്? ഇല്ല. എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു മെത്രാനോടോ, ക്രിസ്ത്യാനികൾ പറയുന്നതാണ്, ഞാൻ ചില കാര്യങ്ങൾ വേദപുസ്തക യേശുവിൻ്റെ പഠിപ്പീരിൻ്റെ അർത്ഥം ഇതാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് മെത്രാനോട് എനിക്ക് കുശുമ്പായിട്ടാണെന്ന് പറയുന്ന ഒത്തിരിയും ക്രിസ്ത്യാനികളുണ്ട്. മെത്രാനോട് കിടക്കുന്ന ഞാൻ അവിടെ കിടക്കുന്നു. ഇപ്പം എനിക്കിപ്പം ഒരു മെത്രാൻ ആകണമെന്ന് ആകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു സാധ്യത എൻ്റെ 4 അയലത്തില്ല. നിങ്ങൾക്കറിയാം. എനിക്കെങ്ങനെയാണ് മെത്രാനോട് കുശുമ്പ് വരുന്നത്? അതുപോലെ മൈത്രേനെ പോലെ ഒരു ബുദ്ധിജീവിയുള്ള ഒരു സാധ്യതയും എനിക്കില്ല. അദ്ദേഹത്തെ പോലെ ജീവിക്കാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല, ഞാൻ വളരെ ഭയക്കുന്നൊരു കാര്യം കൂടാണ്. അപ്പൊ എങ്ങനെയാണ് കുശുമ്പ് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെ, അദ്ദേഹത്തുള്ള കുശുമ്പ് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് പറയുന്നതിന്റെ കാര്യം. ഞാൻ പറയുന്നത് എടുക്കണ്ട, അതിനകത്ത് കാര്യമൊന്നുമില്ല, അതിനകത്ത് യുക്തിയില്ല. അത് എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുന്നതിന് കണ്ടുപിടിക്കാവുന്ന ഏറ്റവും നല്ല ഒഴികഴിവാണ് കുശുമ്പ് എന്ന് പറയുന്ന ആശയം. ദയവായി മനസ്സിലാക്കുക, ആരെന്ത് പറഞ്ഞാലും അത് ഞാൻ എന്നെ ഉൾപ്പെടുത്തിയാണ്, ആദ്യം എന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. എല്ലാം പരിമിതിയുടെ ജൽപ്പനങ്ങളാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ നിരന്തരം അന്വേഷിക്കണം എന്ന് പറയുന്നത്. ആ അന്വേഷണത്തിന്റെ അനുഭവത്തിൽ, പ്രക്രിയയിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മെ ഒരു പരിധി വരെ സഹായിക്കാൻ ഇടയായേക്കും. അതുകൊണ്ട് മറ്റുള്ളവർ നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായി അവർ കണ്ടുപിടിച്ച യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് അവർ പ്രസ്താവിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതേസമയം തന്നെ നമ്മുടെ ചിന്ത ഔട്ട്സോഴ്സ് ചെയ്യരുത്. എനിക്ക് ചിന്തിക്കാൻ പോയാൽ നീ ചിന്തിച്ച് പറഞ്ഞു തന്നാൽ ഞാൻ ബാക്കി കഴിച്ചോളാം എന്ന ഈ അവസ്ഥ തെറ്റാണ്, നമ്മെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന ആശയം മലയാളിയുടെ മനസ്സിൽ കൊണ്ടുവരാനുള്ളൊരു അവസരം അതിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ പ്രതിപാദിച്ചത്. ഇനിയും മൈത്രേനെ പറ്റി ചില വീഡിയോകൾ കൂടെ ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. 2 വീഡിയോ മാത്രം ചെയ്യണമെന്ന് വിചാരിച്ച് ആരംഭിച്ച പ്രക്രിയ ഇപ്പം 3 കഴിഞ്ഞ് 4ാമത്തേതാണ്. മിക്കവാറും 5ാമത്തേതിലും കൂടെ പോകുന്ന ലക്ഷണമാണ് എന്ന് വളരെ ദുഃഖത്തോടുകൂടെ, മനസ്സോടെ ആ ഒരവസ്ഥയെ സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. പ്രതികരിക്കുന്ന ഏവരോടുമുള്ള നന്ദി, കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ മൈത്രേനോടുള്ള എൻ്റെ വ്യക്തിപരമായ സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു. പക്ഷേ അദ്ദേഹത്തോട് ഞാൻ എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളിൽ തീർച്ചയായും വിയോജിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ വിയോജിക്കുമ്പോൾ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ വിയോജിക്കുന്നത് എന്ന് പറയും. അങ്ങനെ എന്നോട് വിയോജിക്കുന്നവരും കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മൈത്രേയൻ ഭ്രാന്തനായിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ന കാരണം കൊണ്ട് തെറ്റാണ്, അല്ലെങ്കിൽ എനിക്ക് തെറ്റാണെന്ന് ഞാൻ സാധാരണ പറയാല്ല, ഞാൻ വിയോജിക്കുന്നു എന്നത് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് ഈ കേരള സമൂഹത്തോടുള്ള എൻ്റെ കടമയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചോട് തൽക്കാലം വാക്കുകൾ ഉപസംഹരിക്കും.